ഈ അഡ്വർടൈസിങ് ഏജൻസിൻ്റെ ഒരു പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ അത് കവർ ചെയ്യാൻ വന്നപ്പോൾ ഒരു പിങ്ക് സ്വെറ്റർ ഇട്ട ഒരു കുട്ടി വെറുതെ അവിടെ കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സ്വാഭാവികം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അവിടുത്തെ ക്യാമറ ചേട്ടൻ ഇങ്ങനെ ഹായ് മോളെ എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സോറി മൈ മോം സെഡ് ഡോണ്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. ആദ്യത്തെ ഡയലോഗ് പറയുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് വീണ്ടും ഇവർ കട്ട് ഷോട്ട്സ് ഒക്കെ എടുത്ത് അവിടെ ന്യൂസിൽ കൊണ്ട് കാണിക്കുമ്പോൾ നമ്മുടെ പാട്ടുപെട്ടി ചെയ്യുന്ന സുരേഷ് അങ്കിളുണ്ട് ഏഷ്യാനെറ്റിൽ. അപ്പം അവരിങ്ങനെ സുരേഷ് അങ്കിളിനോട് ചോദിച്ചു സനിഷ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. അപ്പോൾ സനിഷയെ പോലെ ആങ്കർ സനിഷേനെ വെച്ച് പ്ലാൻ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിന് നമുക്ക് ഈ കുട്ടീനെ എലീന എന്നൊന്നുമില്ല ഈ കുട്ടീനെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുക എങ്ങനെയുണ്ടോ, ഈ കുട്ടി ആരാന്നറിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സനിഷേനെ വെച്ചൊരു പ്രോഗ്രാമും കണ്ട് ഇവർ പ്ലാൻ ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സനിഷ ആ സമയത്ത് സിനിമയിലേക്ക് പോകുന്നതുകൊണ്ട് ഇവർക്ക് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. സനിഷനെ കിട്ടില്ല എന്നുള്ളൊരു ഓപ്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ സുരേഷ് അങ്കിളിന് അന്ന് അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്. അതുകൊണ്ട് സുരേഷ് അങ്കിളിന് നമ്മളെ അറിയാം. സുരേഷ് അങ്കിൾ പറഞ്ഞത് ഇങ്ങനെ ഫ്രണ്ടിൻ്റെ മോളാണ് വേണേൽ ചോദിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അന്ന് എൻ്റെ പല്ലിന് എന്തോ വയ്യാണ്ടിരുന്നിട്ട് കവടിയാറുള്ള ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ലൊക്കെ എടുത്ത് ഒരു സൈഡൊക്കെ വീങ്ങിയിരിക്കുന്ന സമയത്താണ് അപ്പന് കോള് വരുന്നത്. ഞാനും അമ്മയും കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അമ്മനെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഈ കൊച്ചിന് വയ്യാണ്ടിരിക്കുമല്ലേ നമ്മളിങ്ങനെ കൊണ്ടുപോകാനോ. അപ്പോൾ അവർ പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി 2 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുളിയറക്കോടത്തെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ പോകുന്നു. അവരെന്തോ 2 മിനിറ്റും കണ്ട് സംസാരിച്ചു. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സരസ്വതി വിദ്യാലയ സ്കൂളിൻ്റെ അവിടെ ഞാൻ പോയി ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതാണ്.